ആശാ വർക്കേഴ്സിന്റെ സമരം നിയമസഭയിൽ ഉയർത്തി ആരോഗ്യമന്ത്രിയെയും സർക്കാരിനെയും കടന്നാക്രമിച്ചു പ്രതിപക്ഷം. സമരക്കാരെ ആക്ഷേപിച്ച് വാഗ്ദാന ലംഘനമാണ് സർക്കാർ നടത്തുന്നതെന്ന് പ്രമേയ അവതാരകനായ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവർത്തിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിൽ സ്പീക്കർ ഇടപെട്ടതിനെ ചൊല്ലിയുണ്ടായ തർക്കം ബഹളത്തിൽ കലാശിച്ചു. ഒരു സമ്മേളനത്തിൽ ചർച്ച ചെയ്ത ഒരു സംഗതിയെപ്പറ്റിയുള്ള ചർച്ച ആ പ്രമേയം വഴി പുനരാരംഭിക്കാൻ പാടില്ല എന്നതാണ്. ആ ചട്ടത്തിൻ്റെ ലംഘനമാണ് ഇപ്പോൾ വീണ്ടും ഇത് ഉന്നയിക്കുന്നത്. സബ്മിഷനായി നിയമസഭയിൽ വന്ന വിഷയം വീണ്ടും കൊണ്ടുവരുന്നത് ചട്ടലംഘനമെന്ന് സർക്കാർ ആദ്യം തന്നെ പ്രതിരോധം തീർത്തിരുന്നു. എന്നാൽ പ്രമേയ അവതാരകനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടതു നേതാക്കൾ സമരക്കാരെ ആക്ഷേപിച്ചത് ആയുധമാക്കി. 7000 രൂപ പോലും 3 മാസം മുടങ്ങി. സിക്കിമിൽ ഓണറേറിയം 10,000 രൂപയാണ്. വാഗ്ദാനം പാലിക്കാതെ സമരം ചെയ്യുന്നവരെ പുലഭ്യം പറഞ്ഞുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു. നിങ്ങൾ എന്തൊക്കെയാണ് സർ അവരെ വിളിച്ചത്? നിങ്ങൾ അവരെ ക്രിമികീടങ്ങളെന്ന് വിളിച്ചില്ലേ? നിങ്ങൾ അവർ ഈർക്കിൽ പാർട്ടികളെന്ന് വിളിച്ചില്ലേ? നിങ്ങൾ അവരെ ബക്കറ്റ് പിരിവാർന്ന് വിളിച്ചില്ലേ? എന്ന് തൊട്ടാണ് സാർ ഇവർക്ക് ബക്കറ്റ് പിരിവ് ഇത്ര അയിത്തമായി തോന്നി തുടങ്ങിയത്? കൊലയാളികൾക്ക് വേണ്ടി ബക്കറ്റ് പിരിച്ച പാർട്ടിക്കാരല്ലേ സാർ ഇവർ? അവർക്കിപ്പോ ബക്കറ്റ് പിരിക്കുന്നത് മോശം കാര്യമായി തോന്നുകയാണ് സാർ. ആശമാർക്ക് ലഭിക്കുന്ന 13,000 രൂപയിൽ 9,400 രൂപയും സംസ്ഥാന സർക്കാരാണ് നൽകുന്നത് എന്നായിരുന്നു വീണ ജോർജിന്റെ മറുപടി. സിക്കിമിൽ നൽകുന്ന ഓണറേറിയം 6,000 രൂപയാണ്. സമരക്കാരോട് സർക്കാരിന് അനുഭാവപൂർണമായ നിലപാടാണ്. SUCIയുടെ നാവായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയെന്നും ആരോഗ്യമന്ത്രി കുറ്റപ്പെടുത്തി. സാർ, ഈ പാലക്കാട് മെമ്പർ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൂടിയാണല്ലോ. പക്ഷേ SUCIയുടെ നാവായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാറി എന്നുള്ളത് ഒരു ഗതികേടായിട്ട് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ സാർ. SUCIയുടെ നിലപാടാണോ സാർ IUCക്കുള്ളത്? അതെങ്കിലും പരിശോധിച്ചിട്ട് വരണ്ടേ സാർ പ്രമേയ അവതാരകൻ സാർ? ഇതോടെ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. UDF സർക്കാരാണ് ആദ്യമായി ഓണറേറിയം നൽകിയതെന്നും സമരക്കാരെ പാട്ടപ്പിരിവുകാർ എന്ന് വിളിക്കുന്നത് മോശം സമീപനമാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. സാർ, അവരെ എന്തൊക്കെയാണ് പാട്ടപ്പിരിവുകാർ? സാംക്രമിക രോഗങ്ങൾ പരത്തുന്ന കീടങ്ങൾ. പിന്നെ ഇന്നലെ ഒരു CIT നേതാവ് പറഞ്ഞത് സുരേഷ് ഗോപി അവിടെ പോയപ്പോൾ അവർക്ക് കൊട കൊടുത്തതിന്റെ കൂടെ അവർക്ക് ഉമ്മ കൊടുത്താന്ന്. സാർ, നിങ്ങൾക്ക് യോജിച്ചതാണോ? ഈ ആരോഗ്യമന്ത്രി പറയേണ്ടതിന് മറുപടി. പ്രസംഗത്തിന്റെ സമയം നിയന്ത്രിച്ചതോടെ സഭയിൽ പ്രതിപക്ഷ നേതാവും സ്പീക്കറും നേർക്കുനേർ. സമയമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചേർന്ന് നോക്കിയിട്ട് കാര്യമില്ല. സമ്മതിക്കുന്നില്ല, പിന്നെ വേറെ വഴിയൊന്നുമില്ല. അടുത്ത ബിസിനസ് വഴി പോകേണ്ടി വരും. അത്രേ ഉള്ളൂ. അല്ല, അടുത്ത ബിസിനസ് വഴി പോകേണ്ടി വരും. നിങ്ങളുടെ വാക്കൌട്ട് സ്പീച്ചിന്റെ ക്രക്സ് വന്നു. പിന്നാലെ പ്രതിപക്ഷ അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ബാനറും പ്ലക്കാർഡും ഉയർത്തി സ്പീക്കറുടെ മുഖം മറച്ച് പ്രതിഷേധിച്ചതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിഞ്ഞു. ഈ മാസം 10-ന് വീണ്ടും സഭ ചേരും. 24 തിരുവനന്തപുരം.